Yes, അപ്പോൾ നമ്മളൊക്കെ ഉള്ളത് Vivo V23proയും അതേപോലെ തന്നെ Vivo V23യും അങ്ങനെ രണ്ട് ഫോൺസ് ആണുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ രണ്ട് ഫോണിന്റെ ക്യാമറ റിവ്യൂ ആണ്. എങ്ങനെയുണ്ട് ഈ രണ്ട് ഫോണിന്റെ കിടുക്കാച്ചി ക്യാമറ ആണോ അല്ലെന്നൊക്കെ നോക്കുന്നത്. സോ എന്തായാലും വലിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഈ ഫോണിന്റെ ക്യാമറാസ് തമ്മിൽ വരുന്നില്ല. ഇത് 108 ആണ്, ഇത് 64 ആണ്. അങ്ങനത്തെ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെയാണ്. എന്തായാലും ഈ രണ്ട് ഫോണിന്റെ ക്യാമറ റിവ്യൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സോ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ആദ്യം തന്നെ രണ്ട് ഫോണിന്റെ ക്യാമറ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം Vivo V23proയിൽ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 108 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, അതേപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ. ഇപ്പോൾ V23യിൽ വരുന്നത് 64 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ പ്രൈമറി ലെൻസ്, അതേപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, അതേപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസാണ് വരുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. സോ ആദ്യം തന്നെ രണ്ട് ഫോണിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. രണ്ട് ഫോണിന് ക്യാമറ സെൻസേഴ്സിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സിലോ അങ്ങനെ വേറെ ക്വാളിറ്റിയിലോ അങ്ങനത്തെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സോ രണ്ടിൻ്റെ ഇൻ്റർഫേസ് ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ ഇൻ്റർഫേസ് രണ്ട് ഫോണിൻ്റെ ഓൾമോസ്റ്റ് സിമിലറാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്തായാലും സാമ്പിൾസ് കാണാം. സോ ആദ്യം തന്നെ Vivo V23proൻ്റെ ക്യാമറ സാമ്പിൾസ് കാണാം. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് Vivo V23proൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ്. നല്ല രീതിക്കുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു രീതിക്കുള്ള ഇഷ്യൂസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ കാണാം, ഞാൻ ഒരുപാട് സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ലോസോ കാര്യങ്ങളൊന്നും എനിക്ക് വരുന്നില്ല. ചില ടൈമിൽ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കളറ്, നമ്മൾ പച്ച കളറുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്രീനിഷ് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ ഒരുപാട് കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നി. ചില ഫോട്ടോസിൽ മാത്രം കേട്ടോ, വേറെ ഒരു ഇഷ്യൂസും തോന്നിയില്ല. നല്ല രീതിക്കുള്ള ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ആയിട്ട് സൂമിങ് നോക്കുകയാണെങ്കിൽ, സൂം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ ഇത് ജസ്റ്റ് നോർമൽ 1x ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ ഇത് 2x പോയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി സൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5x കൺവേർട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയൊരു ക്വാളിറ്റി ലോസ് വന്നിട്ടില്ല. ഇനി നമുക്ക് 10x സൂം ചെയ്യുമ്പോഴും വലിയൊരു ക്വാളിറ്റി ലോസ് ഇല്ല. ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോട്ടോസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി സെൽഫീസ്, അതായത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോസ് Vivo V23proൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ്. അതായത് സെൽഫി ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. ഇത് അതിൻ്റെ വൈഡ് ആംഗിൾ ഇമേജ് ആട്ടോ. സോ ഫ്രണ്ടിലും ഒരു വൈഡ് ആംഗിൾ ക്യാമറ വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഫോട്ടോസും നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഫ്രണ്ടിലും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല രീതിക്കുള്ള ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഒരുപാടായിട്ട് ഡാർക്ക് ആവുക, ഒരുപാടായിട്ട് ബ്രൈറ്റ് ആവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല രീതിക്കുള്ളൊരു എന്താ പറയുക ഫോട്ടോസാണ്, സെൽഫി ഇമേജസാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. നല്ല വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഫോട്ടോസും സെൽഫീസൊക്കെ നമുക്ക് ഈ Vivo V23proൻ്റെ ഫ്രണ്ട് ക്യാമറ തരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് Vivo V23proൻ്റെ വീഡിയോ ക്വാളിറ്റി, അതായത് ബാക്ക് ക്യാമറയിൽ എടുത്ത വീഡിയോ ക്വാളിറ്റി എങ്ങനെ നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബാക്ക് ക്യാമറയിൽ എടുത്ത വീഡിയോ ക്വാളിറ്റി കേട്ടോ. 1080pയിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രീതിക്കുള്ള ജിംബൽ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വർക്ക് ആവുന്നുണ്ട്. സോ ഇതിലും വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. മെയിനായിട്ട് ഫോട്ടോയിലുള്ള ഒരു ഗ്രീനിഷ് കളർ മാത്രമേ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളൂ. നല്ല രീതിക്കുള്ള ജിംബൽ സ്റ്റെബിലൈസർ ആയിട്ടുള്ളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നത്. ഇത് ബാക്ക് ക്യാമറയിൽ എടുത്ത വീഡിയോസ് തന്നെയാണ്. ഇനി നമുക്ക് എന്താ കുറച്ച് അൾട്രാ വൈഡ് ആംഗിൾ ആയിട്ടുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും അത്യാവശ്യം നല്ല രീതിക്കുള്ള വീഡിയോ ക്വാളിറ്റി തന്നെയാണ് തരുന്നത്. കാണാം, നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വ്ളോഗ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ബാക്ക് ക്യാമറയിലും വീഡിയോസ് എടുക്കാം. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും നല്ല രീതിക്കുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് കിട്ടുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ആയിട്ടുള്ളൊരു വീഡിയോസ് ആട്ടോ. സോ ക്വാളിറ്റിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അൾട്രാ വൈഡ് ആംഗിൾ ആയിട്ട് പോലും വലിയൊരു ക്വാളിറ്റി ഇഷ്യൂ ഫീൽ ചെയ്തില്ല. ചെറിയൊരു ലൈറ്റിൻ്റെ കുറവ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തു. അല്ലാതെ വലിയൊരു ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പേഴ്സണലി എനിക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ക്യാമറയും അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും വീഡിയോസിൽ തരുന്നുണ്ട്. സോ ഇനി നമുക്ക് ക്യാമറയുടെ സൂമിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വീഡിയോ സൂമിങ്ങിലും കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസും നല്ല വീഡിയോസ് അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാവുന്ന ക്വാളിറ്റിയിലുള്ള വലിയൊരു ക്വാളിറ്റി ലോസ് ഇല്ലാത്ത വീഡിയോസ് നമുക്ക് 10x സൂം ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ. സോ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയും ഒരു നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് Vivo V23proയിൽ വന്നിട്ടുള്ളത്. ഒരു എക്സ്ട്രീം ക്യാമറ സെൻസർ അല്ലെങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് കിട്ടുന്നുണ്ട്. സൂമിങ്ങിലായാലും അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഇതുപോലത്തെ ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഡുവൽ മോഡും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. സോ ഫൈനലി നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ചില ടൈമിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് ആയിട്ട് വരുന്നുണ്ട്. വേറെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് Vivo V23proൻ്റെ അല്ല Vivo V23ൻ്റെ ക്യാമറ എങ്ങനെയാണ് നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോസ് Vivo V23ൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കേട്ടോ. ഇതിലും പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് വന്നില്ല. രണ്ട് ഫോണിൻ്റെയും ക്യാമറാസും അതേപോലെ തന്നെ സാമ്പിൾസും തമ്മിൽ വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. രണ്ട് ഫോണിലും വീഡിയോസും ഫോട്ടോസും ഒരുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നുമില്ല. രണ്ടിലുള്ള പ്രശ്നങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ ഈ ഗ്രീനിഷ് യെല്ലോ പ്രോബ്ലം ഇവിടെയും വരുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്യൂ
വേറെ എനിക്ക് ഫീൽ ചെയ്തില്ല. ആ ഒരു പ്രശ്നം തന്നെ ഇവിടെയും ഫീൽ ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ക്വാളിറ്റി എടുത്ത് പറയുന്ന ഒരു ക്വാളിറ്റി മാറ്റങ്ങളൊന്നുമില്ല. ഇനി സൂമിങ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് അൾട്രാ വൈഡാണ്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ 1x വന്നിട്ടുണ്ട്, നോർമൽ ക്വാളിറ്റി. ഓക്കെ, ഇപ്പോൾ 2x നിങ്ങൾ കാണുന്നത്. ഈ ജസ്റ്റ് 5x നോക്കുമ്പോഴും നമുക്ക് നേരത്തെ Vivo V23 Proയിൽ കണ്ട അതേ ക്വാളിറ്റി തന്നെയാണ്. ജസ്റ്റ് ഒന്ന് 10x സൂം ചെയ്യാം. കണ്ടോ, രണ്ട് ഫോണിലും ഒരു ക്വാളിറ്റി തന്നെ. രണ്ട് ഫോണിലും വേറെ സെൻസേഴ്സ് ആണെങ്കിലും രണ്ട് ഫോണിലും ക്വാളിറ്റിയിൽ ഒറ്റ മാറ്റങ്ങളൊന്നുമില്ല. ഈ നെക്സ്റ്റ് നമുക്ക് ഫേസ്, അതായത് സെൽഫീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു മാറ്റമില്ല. രണ്ട് ഫോണിലെടുത്ത സെൽഫീസ് തമ്മിൽ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. രണ്ടിലും ഒരുപോലെ ആയിട്ടുള്ള പോർട്രേറ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറയിലെടുത്ത ഫോട്ടോസാണ് Vivo V23-ൻ്റെ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് Vivo V23-ൻ്റെ ബാക്ക് ക്യാമറയിലെടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ലോസ് ഒന്നുമില്ല. ഓക്കെ, ഇതൊരു ഇൻഡോർ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ലോസൊന്നും എനിക്ക് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസർ ആയിട്ടുള്ള ഫൂട്ടേജ് തന്നെയാണ്. നമുക്ക് വ്ളോഗ്സ് എടുക്കാനും അങ്ങനെ എല്ലാത്തിനും പറ്റിയ ഒരു ക്യാമറ തന്നെയാണ് വിവോൻ്റെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി തന്നെ നമുക്ക് തരുന്നുണ്ട്. സോ നമ്മൾ രണ്ട് ഫോണിൻ്റെയും ക്യാമറാസ് തമ്മിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല. രണ്ട് ഫോട്ടോസ് സാമ്പിൾസും വീഡിയോ സാമ്പിൾസും കണ്ടാലും നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കും തോന്നാം. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വൈഡ് ആംഗിൾ ആട്ടോ, രണ്ട് ഫോണിൻ്റെയും വൈഡ് ആംഗിളാണ്. സോ വൈഡ് ആംഗിളും എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളോ ക്വാളിറ്റി ലോസോ ഇഷ്യൂസോ ഒന്നും വന്നിട്ടില്ല. രണ്ട് ഫോണിലും ഒരുപോലെ തന്നെയാണ് ക്യാമറ വർക്ക് ചെയ്യുന്നത്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് Vivo V23-ൻ്റെ ഫ്രണ്ടിലെടുത്ത വീഡിയോസ് കേട്ടോ, ഫ്രണ്ട് ക്യാമറയിലെടുത്ത വീഡിയോസാണ്. ഇതിലും ഞാൻ നേരത്തെ ഒരുപാട് കാലം ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ചില സമയത്ത് മാത്രം ഓവറായിട്ടൊരു എക്സ്പോഷർ കയറി വരുന്നുണ്ട്. നമ്മൾ നല്ല വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്പോഷർ കയറി വരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ. അല്ലാത്തൊരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അൾട്രാ വൈഡ് നോക്കുകയാണെങ്കിൽ അതും നല്ലൊരു ക്വാളിറ്റി തന്നെ തരുന്നത്. ഇതിലും ആ ഒരു ഓവർ എക്സ്പോഷറിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നല്ല സൺലൈറ്റുള്ള ടൈമിൽ മാത്രം. അല്ലാതെ വേറൊരു ഇഷ്യൂസോ സ്റ്റെബിലൈസേഷൻ ജസ്റ്റ് കുറവാണ് ഫ്രണ്ടിൽ. ബാക്ക് ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിൽ സ്റ്റെബിലൈസേഷൻ കുറവാണ്. അൾട്രാ വൈഡിൽ തീരെ സ്റ്റെബിലൈസേഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നടന്നുകൊണ്ടൊക്കെ അൾട്രാ വൈഡ് എടുക്കുകയാണെങ്കിൽ ലോസ് കുറവായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് സൂമിങ് നോക്കുകയാണെങ്കിൽ അത് Vivo V23-ൻ്റെ ക്യാമറൻ്റെ വീഡിയോ സൂമിങ് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റമില്ല. രണ്ട് ഫോണിലും ഒരുപോലത്തെ ഒരു റിസൾട്ടാണ്, ഒരുപോലത്തെ ഒരു ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം സൂം ചെയ്യുമ്പോൾ ഒരേ സെയിം ക്വാളിറ്റിയാണ്. ഇപ്പോൾ 10x, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 10x സൂമിലാണ് വീഡിയോ. കുറച്ച് ഡീറ്റെയിൽസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ക്വാളിറ്റിയിൽ അങ്ങനെ വലിയൊരു ഇഷ്യൂസ് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു 10x ഡിജിറ്റൽ സൂമിൻ്റെ ഒരു ക്വാളിറ്റി കറക്റ്റായിട്ട് നമുക്ക് Vivo V23-ൻ്റെ ബാക്ക് ക്യാമറ തരുന്നുണ്ട് കേട്ടോ. ഒരു നോർമൽ യൂസിന് ഓവറായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, ആ ക്യാമറ സാറ്റിസ്ഫൈഡ് ആവുന്നൊരു ക്വാളിറ്റി തരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഡുവൽ വീഡിയോ സപ്പോർട്ട് വരുന്ന, അതായത് ഫ്രണ്ടിലും ബാക്കിലും അറ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ വേറൊരു ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല. രണ്ട് ഫോണിലും ഒരേപോലത്തെ ക്യാമറയാണ് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ വേറെ ഒരു ക്യാമറക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. ഓവറോൾ നല്ലൊരു ക്യാമറ തന്നെയാണ് ഇതിൽ വന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ തീർച്ചയായും ലൈക്ക് ചെയ്യാം കേട്ടോ. ഒരു കിടക്കാച്ചി ക്യാമറ ആണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബഗ്ഗും കാര്യങ്ങളും അതേപോലെ തന്നെ ഗ്രീനിഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അതൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ Vivo റെഡിയാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. സോ പുതിയ ടെക്നോളജി കൂടെ നമുക്ക് വീണ്ടും ഈ രണ്ട് ഫോണിൻ്റെ അൺബോക്സിങ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. സോ പുതിയ ടെക്നോളജി കൂടെ നമുക്ക് വീണ്ടും കണ്ടുപോലെ ഗുഡ് ബൈ ഗൈസ്.